ഹായ് ഫ്രണ്ട്സ്, നാടനടുക്കള യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ചാലക്കുടിക്കാരുടെ സ്വന്തം അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയാവുന്ന നമ്മുടെ കലാഭവമണി ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാമ്പഴക്കറിയാണ്. അത് പച്ചമാങ്ങയാണ് ഇത്. പിന്നെ ഇതാണെങ്കിലും പഴുത്ത മാങ്ങയല്ല, നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതിൻ്റേതായിട്ടുള്ള ഒരു ഇതാണ്, അല്ലാതെ പുളിയില്ലാത്തല്ല, മധുരമുള്ള മാങ്ങയല്ല, പച്ചമാങ്ങ തന്നെയാണ്. അപ്പോൾ അത് ഞാനിവിടെ ഇതേപോലെ തന്നെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ നമുക്ക് കറിച്ചട്ടി വേണം ഇത് വെക്കാനായിട്ട്. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി. അപ്പം അതെല്ലാം നമ്മൾ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തു. നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പ് കല്ലുപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി, മല്ലിപ്പൊടി, ചേർത്തു. ഇനി പച്ച വെളിച്ചെണ്ണ. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. വെള്ളം ഒഴിക്കരുത്. നമ്മൾ തേങ്ങയുടെ 2-ാം പാലും 3-ാം പാലും കൂടിയാണിത് ഒരുമിച്ചെടുത്ത് വെച്ചേക്കാണ്. ഇത് ചേർത്ത് കൊടുത്തു. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇത് ഇറക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ 1-ാം പാല് ഒഴിച്ചു കൊടുക്കും. 1-ാം പാൽ ഒഴിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കത്തില്ല. നമുക്ക് നമ്മുടെ കറിയൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തുവായെന്ന് നോക്കാം. അപ്പോൾ തിളച്ചൊക്കെ വരുന്നുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എത്ര പേര് കാണുന്നുണ്ടെന്നും നമ്മുടെ മണിച്ചേട്ടനോട് എത്ര പേർക്ക് സ്നേഹമുണ്ടെന്നും ഒക്കെ നമുക്കൊന്ന് അറിയാം. ഇന്നത്തെ ഈ വീഡിയോ അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച 1-ാം പാല് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് സമയം നമ്മളിട്ട് തിളപ്പിക്കത്തില്ല. ഇനി നമ്മൾ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മളിതിനെ ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് കടുക് വറുത്ത് കൊടുക്കാം. ചൂടായതിന് ശേഷം നമുക്ക് ഇതങ്ങ് ഇറക്കി വെക്കാം. നമ്മൾ 1-ാം പാലൊക്കെ ഒഴിച്ച് നമ്മുടെ കറിയൊക്കെ ഇവിടെ താത്ത് ഇറക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തൊന്ന് കടുക് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനിച്ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തു. ഇതിനകത്തോട്ട് നമുക്ക് ഉലുവ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ കറിവേപ്പില. പച്ചമുളക് ആയിട്ടുള്ളവർക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ആ ഉള്ളി ഒന്ന് നിറം മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ കടുക് വറുത്ത് കൊണ്ടുവന്നത് നമ്മുടെ കറിയിലോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ മണിച്ചേട്ടന് ഒരുപാട് ഇഷ്ടമുള്ള ആ മാങ്ങാക്കറി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തും കമൻസ് ആയാലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ വീഡിയോ ശരിയാകുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ നന്നാവാനുണ്ട്, കുറച്ചുകൂടി നന്നാക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. അപ്പോൾ നമുക്ക് നാളെ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.